കോഴിക്കോട് ഒഞ്ചിയത്ത് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓർക്കാട്ടേരി സ്വദേശി രൺദീപ്, കുന്നുമ്മക്കര സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും അമിത അളവിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് സംഭവം? എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? അഭിജിത്ത് മുഴക്കുന്ന് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. കോഴിക്കോട് ഒഞ്ചിയത്ത് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓർക്കാട്ടേരി സ്വദേശി രൺദീപ്, കുന്നുമ്മക്കര സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും അമിത അളവിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അഭിജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, വടകര ഒഞ്ചിയത്താണ് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒഞ്ചിയം നെല്ലാച്ചാരി പള്ളിയുടെ പുറകിൽ ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തട്ടോളിക്കര മീത്തൽ അക്ഷയ്, കാളിയത്ത് രൺദീപ് എന്നിവരെയാണ് എന്നിവരുടെ മൃതദേഹമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ അമിതമായ അളവിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മൃതദേഹങ്ങളുടെ സമീപത്ത് നിന്ന് സിറിഞ്ച് ഉൾപ്പെടെയുള്ളവ പോലീസിന് കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് അവിടെ ഒരു അന്വേഷണം നടത്തുകയാണ്. എടച്ചേരി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം, എടച്ചേരി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2 യുവാക്കളെ കാണാതായതിനെ തുടർന്നാണ് ഒരു അന്വേഷണം നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തുടർന്ന് ഈ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ 2 യുവാക്കളുടെ മൃതദേഹം നമ്മൾ ഈ സൂചിപ്പിച്ച പ്രദേശത്ത് കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുകയും പ്രാഥമികമായ നിലയിലുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് അമിത അളവിൽ ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് കാരണമായിരിക്കുന്ന സിറിഞ്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കളും നിലവിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വേണു, അഭിജിത്ത്, ഈ രൺദീപിനെയും അക്ഷയെ പറ്റിയൊക്കെ നാട്ടുകാർ പറയുന്നത് എന്താണ്? അത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? വേണു, നമുക്കറിയാനായി സാധിക്കുന്നത് രൺദീപിന് ഒരു NDPP കേസ് നിലവിലുണ്ട്. മറ്റേയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില മയക്കുമരുന്ന് ഉപയോഗങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാരിൽ നിന്നും ഒപ്പം പോലീസിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്നത്. അത് തന്നെയാണ്, അതായത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചത് തന്നെയാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരം കൂടി നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാനായി സാധിക്കൂ. കാരണം പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിന്റേതായ ഒരു അന്വേഷണം അവിടെ നടത്തുന്നുമുണ്ട്. എടച്ചേരി പോലീസിന്റെ സംഘമാണ് അവിടെയുള്ളത്. അല്പസമയം മുമ്പ് എടച്ചേരി CI ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ലഹരി ഉപയോഗം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി കണ്ടെത്താൻ സാധിക്കുന്നത്. ഏതായാലും അന്വേഷണവുമായി നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. വേണു, ശരി. കോഴിക്കോട് ഒഞ്ചിയത്ത് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമിതമായി ലഹരി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാകാം മരണം സംഭവിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.